ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഷിപ്പുഡൻ എന്ന ഫാൻമെയ്ഡ് മാങ്ങയുടെ പാർട്ട് 4 ആണ്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കുറച്ച് നാൾ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോഴും എന്റെ സൗണ്ട് ഓക്കെ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഇതിനു വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ എങ്കിലും ചെയ്യാമെന്ന് കരുതി ഈ ഒരു പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ ഗെഞ്ചിറ്റ്സുവിലുള്ള ഗോക്കുവിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഗോക്കു ആണെങ്കിൽ തെറിച്ച് ഒരു മലയിൽ ചെന്ന് വീണ് അവിടെ ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. ഈ സമയം ഓപ്പോസിറ്റുള്ള ഫീമെയിൽ ഗോക്കു പറയും, നീ ഇത്ര വേഗം പറന്നു വീണോ? ആ സ്പോട്ടിൽ തന്നെ ഗോക്കു പറന്നു വന്ന് ഫീമെയിൽ ഗോക്കുവിനെ അടിച്ചു തെറിപ്പിക്കും. ഈ സമയമാണ് നമ്മുടെ ഫീമെയിൽ ഗോക്കുവിന് മനസ്സിലാകുന്നത് നമ്മുടെ ഗോക്കു ഇപ്പോൾ കയോക്കിൻ ടെക്നിക്കിലാണ് ഉള്ളത്. അങ്ങനെ ഇത് കാണുന്ന ഫീമെയിൽ ഗോക്കുവും കയോക്കിൻ ടെക്നിക്കിലേക്ക് മാറും. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടുപേരുടെയും ഫൈറ്റ് കണ്ടിന്യൂ ആകും. അതായത് ഇവിടെ രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അങ്ങനെ ഫൈറ്റിൽ രണ്ടുപേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് ദൂരേക്ക് തെറിച്ചു പോകുന്നു. ഈ സമയം നമ്മുടെ ഗോക്കു പറയും, നിനക്കും കയോക്കിൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ കഴിയുമല്ലേ? ഇത് കേട്ട് നമ്മുടെ ഫീമെയിൽ ഗോക്കു പറയുന്നത്, ഇപ്പോൾ തന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാമെന്ന് പറഞ്ഞ് സൂപ്പർ സെയിനിലേക്ക് മാറും. ഇത് കാണുന്ന നമ്മുടെ ഗോക്കുവും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. നമ്മുടെ ഫീമെയിൽ ഗോക്കു ആണെങ്കിൽ പറന്നു വന്ന് സ്പീഡിൽ ഗോക്കുവിനെ അടിച്ച് തെറിപ്പിക്കുന്നു. അത് കൂടാതെ കാമേഹാമേഹ പോലുള്ള ഒരു കീ എനർജി വെച്ച് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യുകയും അവിടെ ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഗോക്കുവിനാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. ഗോക്കുവും സൂപ്പർ സെയിനിൽ മാറിയിട്ടുണ്ടാകും. അങ്ങനെ ഫീമെയിൽ ഗോക്കുവും പറയും, നീയും നിന്റെ ട്രൂ ഫോമിലേക്ക് മാറിയതുപോലെ ഉണ്ടല്ലോ എന്നും പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ ഗോക്കുവിന്റെ ഗെഞ്ചിറ്റ്സിൽ നിന്നും പുറത്തുള്ള റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ജിറായ സെൻസയും കിസാമയും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഫൈറ്റിനിടയിലാണ് ജിറായ സെൻസെ പുറകിൽ എന്താ സംഭവിക്കുന്നത് എന്ന രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഗോക്കുവിന്റെ ബോഡി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി സൂപ്പർ സെയിനിൽ മാറിയിട്ടുണ്ടാകും. അതായത് ഗെഞ്ചിറ്റ്സ് പോലുള്ള ഈ ഒരു ഇലൂഷനിൽ ഗോക്കു സൂപ്പർ സെയിനിൽ മാറുമ്പോൾ നമ്മുടെ റിയൽ വേൾഡിലുള്ള ഗോക്കുവിന്റെ ബോഡിയും ഓട്ടോമാറ്റിക്കായി സൂപ്പർ സെയിനിലേക്ക് മാറി. അങ്ങനെ ഗോക്കു സൂപ്പർ സെയിൽ മാറിയത് കണ്ട് നമ്മുടെ ജിറയ തന്നെ ഒന്ന് ഞെട്ടിപ്പോകുന്നു. ഇത് കാണുന്ന ഇറ്റാച്ചിയും ഇത് എന്ത് തരം ചാക്രയാണ്, പവർഫുൾ ആയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ കിസാമയാണെങ്കിൽ, ഞാൻ ഇത്രയും സമയം ഈ ഒരു മോൺസ്റ്ററിന്റെ കൂടെയാണോ ഫൈറ്റ് ചെയ്തത് എന്ന രീതിയിൽ ഗോക്കുവിനെ നോക്കി ആലോചിക്കാൻ തുടങ്ങും. അങ്ങനെ കിസാമ ഇറ്റാച്ചിയോട് പറയും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇറ്റാച്ചി? ഈ സമയം നമ്മുടെ ഇറ്റാച്ചി പറയുന്നത്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പ്ലാൻ പ്രകാരം അവനെ പിടിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴേക്കും ജിറയ, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരുത്തനെ പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും റിസ്ക് എടുക്കുന്നത്, അപ്പോൾ പിന്നെ എനിക്കും വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ജിറായയും തന്റെ മുഴുവൻ പവറും പുറത്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഒരു ടോഡ് സ്റ്റേജ് മോഡിലേക്ക് പോകാൻ വേണ്ടി ജിറായ റെഡിയാകുന്നു. നമ്മുടെ മാസ്റ്റർ ജിറായ ആണെങ്കിൽ ആ ഒരു പൊസിഷനിൽ കുറച്ച് സമയം നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ കിസാമയാണെങ്കിൽ ഇതാണ് തക്കതായ സമയം എന്ന് മനസ്സിലാക്കി ജിറയ സെൻസയുടെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ ഓടിയെത്തുമ്പോൾ പെട്ടെന്ന് കിസാമെ മുകളിൽ നിന്ന് എന്താണ് ശബ്ദം എന്ന രീതിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ നെറൂട്ടോ ആണെങ്കിൽ റസിംഗൻ എടുത്ത് നമ്മുടെ കിസാമയെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഗോക്കുവിന്റെ ഗെഞ്ചിറ്റ്സിൽ നടക്കുന്ന ഫൈറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഗോക്കുവും അതുപോലെ തന്നെ ഫീമെയിൽ ഗോക്കുവും തമ്മിലുള്ള ഫൈറ്റ് ഇവിടെ കണ്ടിന്യൂ ആവുകയാണ്. രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഫീമെയിൽ ഗോക്കു ആണെങ്കിൽ മുകളിൽ നിന്നും കാമേഹാമേഹ എന്ന് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ഗോക്കു പെട്ടെന്ന് ഷോക്കായി, ഇത് നിർത്ത്, ഈ ഒരു അറ്റാക്ക് നീ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്ലാനറ്റ് തന്നെ ഇല്ലാതാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നീ സീരിയസ് ആയിട്ടാണോ ഇത് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളും ചോദിക്കുന്നു. അങ്ങനെ ഗോക്കു ഇത് തടയാൻ വേണ്ടി ഒരു ചെറിയൊരു കീ എനർജി അറ്റാക്ക് നമ്മുടെ ഫീമെയിൽ ഗോക്കുവിന് കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ ഫീമെയിൽ ഗോക്കു എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഗോക്കുവിന്റെ പുറകിലെത്തി ഗോക്കുവിനെ തന്നെ ആ ഒരു കാമയാമയായി ചാർജ് ചെയ്ത് അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ ഗോക്കു ആണെങ്കിൽ അതിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടുന്നുമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും സൂപ്പർ സെയിൻ 2-ൽ മാറും. പിന്നെയും ഇവരുടെ ഫൈറ്റ് കണ്ടിന്യൂ ആകുന്നു. ഇവിടെ ഫസ്റ്റ് തന്നെ ഫീമെയിൽ ഗോക്കുവിന് ഒരു കിക്ക് കൊടുക്കുമ്പോൾ ഗോക്കു അത് ബ്ലോക്ക് ചെയ്ത് തിരിച്ചൊരു അറ്റാക്ക് നമ്മുടെ ഫീമെയിൽ ഗോക്കുവിനും കൊടുക്കുന്നു. അങ്ങനെ ഫീമെയിൽ ഗോക്കു തെറിച്ച് മുകളിലോട്ട് പോയ സമയത്ത് അങ്ങനെ മുകളിൽ പോയ ഫീമെയിൽ ഗോക്കുവിന് നേരെ നമ്മുടെ ഗോക്കു കാമേഹാമേഹ അറ്റാക്കും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ സംഭവിച്ചിട്ട് നമ്മുടെ ഫീമെയിൽ ഗോക്കു പറയുന്നത്, ഇതുകൊണ്ടൊന്നും എന്നെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നീ കരുതണ്ട എന്നും പറഞ്ഞ് രണ്ടുപേരും കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് ഇവിടെ ഫൈറ്റ് പോകാൻ വേണ്ടി തുടങ്ങുന്നു. അതായത് ഗോക്കും ഫീമെയിൽ ഗോക്കും ഇവിടെ മാറി മാറി ഫൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ ആരാണ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം രണ്ടുപേരും അത്രയധികം വാശിയിലാണ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈറ്റിന്റെ ഒരു പരിധി എത്തിയപ്പോൾ ഫീമെയിൽ ഗോക്കുവിനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഗോക്കുവിന്റെ കാര്യം ഇവിടെ തീർന്നു എന്ന് വെച്ച് അവസാനത്തെ ഒരു പഞ്ച് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഗോക്കു സ്ക്രീൻ ചെയ്ത് സൂപ്പർ സെയിൻ 3-ൽ മാറും. അങ്ങനെ
അങ്ങനെ ഇത് കാണുന്ന ഫീമെയിൽ ഗോക്കും ഒന്ന് ഞെട്ടി, എന്ത് സൂപ്പർ സൈൻ 3യോ? അത് കഴിഞ്ഞ് നമ്മുടെ റിയൽ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടെ നറൂട്ടോ കിസാമയുടെ നേരെ റെസിംഗൻ എടുത്ത് അറ്റാക്ക് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കിസാമയുടെ മുന്നിൽ താഴെ വീണിട്ടുള്ള നറൂട്ടോയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഇവിടെ കിസാമെ പറയും, മുൻപ് കണ്ടതിനേക്കാൾ നീ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്, നിന്റെ ചാക്ര തന്നതിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ കിസാമെ നറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ കിസാമയുടെ പുറകിലെ ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ കിസാമെ പുറകിലോട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ജിറൈ സെൻസി ആണെങ്കിൽ ആ ഒരു ടോഡ് സേജ് മോഡിൽ മാറിയിട്ടുണ്ടാകും. അതുകൂടാതെ ജിറയുടെ ഷോൾഡറിൽ ആ ഒരു 2 ടോഡും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ജിറയെ പറയും, നറൂട്ടോ സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്നും പറയുന്നു. ഈ സമയം നമ്മുടെ കിസാമയാണെങ്കിൽ ജിറയെ കണ്ട് ഷോക്കായി പോകും. അപ്പോഴാണ് ആ ഒരു ജിറയുടെ ഷോൾഡറിലുള്ള ആ ഒരു 2 ടോഡ് പറയും, എന്തിനാണ് നമ്മളെ ഇപ്പോൾ സമൺ ചെയ്തത്? അപ്പോൾ ജിറയ പറയും, ആ ഒരു 2 അക്കട്സക്കിയിലുള്ള ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യാനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെയും ആ ഒരു ടോഡ്സ് പറയുന്നത്, ഈ ഒരു ചെറിയ കാര്യത്തിനാണോ നമ്മളെ വിളിച്ചത്? അപ്പോഴാണ് ഇവിടെ ജിറയ പറയുന്നത്, ഇവരാണെങ്കിൽ ഒരു പവർഫുൾ ചാക്രായിട്ടുള്ള ഒരുത്തനെ പ്രിസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതൊരിക്കലും നടക്കരുത്. അങ്ങനെ നമ്മുടെ ജിറയാണെങ്കിൽ കിസാമയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ കിസാമെ പറയും, എന്റെ സാമേഹാഡ വെച്ചിട്ടുള്ള ഈ ഒരു വെപ്പൺ കണ്ടിട്ട് പോലും നീ എന്നെ എതിർക്കാൻ വരുന്നു എന്ന് പറയുമ്പോഴേക്കും അതാ കിസാമയുടെ ആ ഒരു സോഡ് അല്ലെങ്കിൽ ആ ഒരു വെപ്പൺ പെട്ടെന്ന് പേടിച്ച് കിസാമയുടെ കയ്യിൽ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ ഈ ഒരു സമയം മുതലെടുത്താണ് നമ്മുടെ ജിറയ കിസാമയ്ക്ക് നേരെ ഒരു പഞ്ചും കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ജിറയ പറയും, നീ എന്റെ അടുത്ത് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു, എന്റെ ചക്ര കണ്ട് നിന്റെ സോഡ് തന്നെ പേടിച്ചു പോയി എന്ന് പറയുന്നു. അപ്പോഴാണ് പുറകിൽ നിന്നും കാറ്റൊക്കെ വീശാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ ജിറയ ആണെങ്കിൽ ഇത് എന്താണ് സംഭവം എന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഗോകു സൂപ്പർ സൈൻ 3യിൽ മാറിയിട്ടുണ്ടാകും. ഇത് കാണുന്ന നമ്മുടെ ഇറ്റാച്ചിക്ക് പോലും എന്താണെന്ന് പറയേണ്ടതെന്ന് മനസ്സിലാകാതെ മിണ്ടാതെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.